ഇന്ന് കാസർഗോഡ് ജില്ലാ കലക്ടർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ ചെയ്യാറ് ഫോമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അത് തിരിച്ചു നൽകാൻ ബാക്കിയുണ്ട് എന്ന രീതിയിൽ പറയുകയുണ്ടായി. അതിൽ കലക്ടറുടെ ഓഫീസിൽ നിന്ന് നൽകിയ വിവരപ്രകാരം ഞാൻ ഇവിടെ പറയാം. അതായത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചെറിയ വ്യത്യാസം വന്നിരിക്കാം. ഇന്ന് രാവിലത്തെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയുള്ള കണക്കുകൾ ഞാനിവിടെ പറയാം. മഞ്ചേശ്വരം 42,499 തിരിച്ചു ലഭിക്കാനുള്ളത്. കാസർഗോഡ് 42,914 എണ്ണമാണ് കിട്ടാനുള്ളത്. ഉദുമ മണ്ഡലത്തിൽ നിന്ന് 23,510 ഫോമുകളാണ് തിരിച്ചു ലഭിക്കാനുള്ളത്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ നിന്ന് 35,891 ഫോമുകളാണ് തിരിച്ച് ലഭിക്കാനുള്ളത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്ന് 22,723 ഫോമുകളാണ് തിരിച്ചു ലഭിക്കാനുള്ളത് എന്ന കണക്കാണ് ഇന്ന് രാവിലെ വരെയുള്ള കണക്കാണ് ഈ കണക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും നമ്മുടെ ഓരോ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഒന്നും കൂടി സജീവമാകേണ്ടതുണ്ട്. അതായത് എല്ലാ ബൂത്ത് ഏജന്റുമാരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, എന്നാൽ പോലും ഒന്നും കൂടി സജീവമായിക്കൊണ്ട് ഈ ഫോമുകളൊക്കെ തിരിച്ച് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ലൊരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട് എന്നതാണ്. ഈ തിരിച്ചു നൽകാതെ നിൽക്കുന്നതിൽ ചില ആളുകൾ വോട്ടില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന രീതിയിൽ ഇതിനെ ഒരു ലളിതമായി കണ്ടുകൊണ്ട് വീട്ടിൽ വെച്ച ആളുകളുണ്ട്. ചില ആളുകൾ പൂരിപ്പിക്കാൻ അറിയില്ല, ഇതെന്താണെന്നറിയാതെ വീടുകളിൽ വെച്ചവരുണ്ട്. ചില ആളുകൾ ഇത് BLOമാർ വന്ന് വാങ്ങും എന്ന രീതിയിൽ വീട്ടിൽ വെച്ച് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ BLOമാരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ അപ്ലോഡൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് അവരുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാ വീടുകളിലേക്കും ഇനി കിട്ടാനുള്ള വീടുകൾ ഏത് എന്ന് തെരഞ്ഞു പിടിച്ചുകൊണ്ട് ചിലപ്പോൾ വീടുകളിലേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഡിസംബർ 9 ഇതിന്റെ കരട് വോട്ടർ പട്ടിക പുറത്തുവിടുകയാണ്. ഈ സമയത്ത് നമ്മുടെ പേര് അതിലില്ലാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു അവസ്ഥ ഇതിലുണ്ടാകും. അതിനുശേഷം നമ്മൾ ചേർക്കുമ്പോൾ അതിന് ഒരുപാട് പ്രയാസം നേരിടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് നൽകാൻ സാധിച്ചില്ല എന്നതിന്റെ വിശദീകരണമൊക്കെ നൽകുന്ന ഒരു രീതിയിലേക്ക് പോകേണ്ടി വരും. അതുപോലെ തന്നെ ഇയറിങ്ങിനൊക്കെ പോയിക്കൊണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസം ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് അത് മാറും. എല്ലാവരും ശ്രദ്ധിച്ച് ഇത് തിരിച്ചു നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. ഇപ്പോഴാണെങ്കിൽ കാര്യങ്ങളൊക്കെ വളരെ സ്പീഡായി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത്. അപ്പോൾ കഴിവിന്റെ പരമാവധി എത്രയും പെട്ടെന്ന് ഇത് തിരിച്ചു നൽകാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ്. അതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, നമുക്ക് ഫോം ലഭിച്ചിട്ടില്ല എന്നുള്ളവർ BLOമാരെ അറിയിച്ചുകൊണ്ട് മിസ്സിംഗ് ലിസ്റ്റിലേക്ക് ഇട്ടുകൊണ്ട് അത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് 2002 വോട്ട് ചെയ്ത ആരും പട്ടികയിലില്ല എന്ന രീതിയിൽ പൂരിപ്പിക്കാതെ വെച്ചവരും ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 2002 വോട്ട് ചെയ്യാൻ പറ്റാത്തവർ അവരുടെ ബന്ധുക്കളെ ആരെങ്കിലും അവിടെ രക്തബന്ധമുള്ള ആരെങ്കിലും പൂരിപ്പിക്കണം എന്ന സ്ഥലത്ത് പൂരിപ്പിക്കാൻ ആരും ഇല്ലാത്തവർ അപൂർവം ചുരുങ്ങിയ ആളുകൾ ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം മാത്രം പൂരിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ പൂരിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ ഇയറിംഗിന് വിളിക്കുന്നതായിരിക്കും. ആ ഇയറിംഗിന് വിളിക്കുന്ന സമയത്ത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതൊക്കെ അതിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ശരിയായ രീതിയിലേക്ക് മാറുന്നതായിരിക്കും.